ഹലോ വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഗെയിമിലേക്കൊക്കെ വരുന്നത്. ഗെയിമിലേക്കല്ല, ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കണ്ടൻറ്റായിട്ട് പുതിയൊരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് വന്നത്. റോബ്ലോക്സ് നമ്മളെ സൗണ്ട് അറിയുണ്ടാവും, അത് ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിൻ്റെയാണ്. ആൻഡ് നിങ്ങൾക്കറിയാം, ഞാൻ ഈ റോബ്ലോക്സ് കളിച്ചിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കളിച്ചായിരുന്നു. ആൻഡ് അത്യാവശ്യം ലെവൽ എത്തിച്ച് ഗൈസ്. ബ്ലോക്ക് അത്യാവശ്യം ലെവൽ എത്തിച്ചുള്ള ഞാനൊക്കെ എന്ത് ചെയ്തറാ നിന്നോടൊക്കെ. ഓക്കെ ഗൈസ്, ഇനി പറയാം ഗൈസ്. നമ്മളിപ്പോൾ അത്യാവശ്യം ലെവലൊക്കെ എത്തിച്ച് ബ്ലോക്സ് റൂട്ടിനെ പറ്റി അറിയാവുന്നവർക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബ്ലോക്സ് റൂട്ടിൽ ഞാനിപ്പോൾ C2 നിൽക്കുന്നത്, സെക്കൻഡ് സിയിൽ. ആൻഡ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം, 1 പീസ് ആനിമയുടെ ബേസാണ് ഈ ബ്ലോക്സ് റൂട്ട്. ബേസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആണ്. ഇനി ഇത് പലർക്കും പല രീതിയിലായിരിക്കും. ബ്ലോക്സ് റൂട്ടിൽ പല കാര്യങ്ങളുണ്ട് 1 പീസിലുള്ളത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയായാലും മാക്സിമം എൻജോയ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതൊന്നും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. അതുകൂടാതെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് അടുത്ത 2 വീഡിയോസിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കോഡ് സെർവർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും തന്നെ ആയിരിക്കും. ആൻഡ് അത് ജോയിൻ ചെയ്തിട്ട് നിങ്ങളിത് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ്, നമ്മുടെ ഡബിൾ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഡബിൾ ഫ്രൂട്ട്സ് മീൻസ് ഇതിനകത്ത് മറ്റേ ബ്ലോക്സ് ഫ്രൂട്ട് എന്നാണ് പറയാം. അത് നമുക്ക് ട്രേഡൊക്കെ അടിക്കാൻ പറ്റും. ട്രേഡ് അടിക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സി വരണം, അല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ സെർവറിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട് ട്രേഡ് അടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരോട് പറയാം. സെർവറിലുള്ളവർക്ക് വേണ്ട ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ട്രേഡ് അടിക്കും. ട്രേഡ് അടിക്കും. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഈ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. എനിക്കിപ്പോൾ വന്നിട്ട് നമ്മുടെ ക്വാക്ക് ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ വൈറ്റ് ബിയർഡാണ്. വൈറ്റ് ബിയർഡിൻ്റെ ഫ്രൂട്ടിന് പോകില്ലേ ഈ സാധനം. സംഭവല്ലേ, ഈ ഫ്രൂട്ട് ലെവൽ 150 ആക്കണം. കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ 104 ആയിട്ടുള്ളൂ. എൻ്റെ ഫ്രൂട്ട് ആദ്യം ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാഗ്മ ഫ്രൂട്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ ഫ്രൂട്ട് യൂസ് ചെയ്തിരുന്നു ലൈറ്റിൻ്റെ, മറ്റേ നമ്മുടെ കിസ്റുവിൻ്റെ ഫ്രൂട്ടില്ലേ. എടാവേ, ആ പണ്ടാരം പിടിച്ച ഫ്രൂട്ടാണ് ഞാൻ കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞില്ല ഇവിടെ കണ്ടത് ആ ഫ്രൂട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ആ ഫ്രൂട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഇതിനകത്ത് കയറി. ഞാൻ അവനെ നിർബന്ധിച്ച് ഗെയിമിൽ കയറ്റിയതാണ്. എന്നിട്ട് അവന് വേണ്ടി ഒരു ഫ്രൂട്ട് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പിൽ പോയിട്ടൊരു ഫ്രൂട്ടാണ് മേടിച്ച്. ആദ്യമായിട്ടാണ് ഫ്രൂട്ടൊക്കെ മേടിച്ച്. എനിക്കറിയില്ലായിരുന്നേ ആ ഫ്രൂട്ട് മേടിക്കുമ്പോൾ എക്യൂപ്പായിട്ടാണ്. ഞാൻ ആ ഫ്രൂട്ട് മേടിച്ചപ്പോഴാണ് അറിയണത് അത് എക്യൂപ്പായിട്ട് വന്നത്. നമ്മുടെ ഫ്രൂട്ടൊക്കെ സ്പിന്നടിക്കുന്ന സ്ഥലം, അതായത് നമുക്കിങ്ങനെ നോക്കണത്. വലിയ ഇടിയാണ്.
അപ്പോൾ ഇത് കളിക്കണം. എൻ്റെ ഒരു ലക്ഷം ഉണ്ടാക്കണം ഗൈസ്. ഗ്യാസ് ഫ്രൂട്ട് എന്നാണെന്നറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നമ്മുടെ മറ്റേ സീസറിൻ്റെ ഫ്രൂട്ടില്ലേ, സീസറിൻ്റെ ഫ്രൂട്ട്. അയ്യോടാ ആ സാധനമാണ്. ഞാനാണ് അതാണ് എൻ്റെ മെയിൻ. ഇതിപ്പോൾ ചെയ്യാൻ മാക്സാക്കാൻ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളിത് കണ്ടോ റൈറ്റ് സൈഡിൽ താഴെ ഡുവൽ സുനാമി. അവിടെ മോനെ ആ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊക്കത്ത് കയറി ഇരുന്നിട്ട് സുനാമി ഉണ്ടെന്ന് വെച്ച് കൊന്നാൽ മതി. നമുക്ക് കുറച്ചുകൂടെ നിൽക്കാം, ഹെൽത്ത് കയറട്ടെ. ഓഫ് ഇപ്പം കൊന്നേനെ അതിൻ്റെ മക്കൾ. എല്ലാത്തിനും ഇങ്ങനെ ആ ലെവലങ്ങ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇങ്ങോട്ട് കൂട്ടി ഇടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മറ്റേ പവറും കിട്ടാതെ ഓഫ് ഇങ്ങനെ സുനാമി ഒന്നും ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയിക്കോളും. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. നമുക്കിപ്പോൾ വന്നിട്ട് ബ്ലോക്ക് ഫ്രൂട്ടിന് പറഞ്ഞു കൂട്ടിയേക്കും. ഐറ്റംസ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിന് അറിയാൻ പാടുണ്ട്. ഇതിൻ്റെ യൂസ് എന്തെങ്കിലും അറിയാം നമുക്ക്? അതറിയാവുന്ന പറഞ്ഞു കേട്ടോ. അടിപൊളി. ലോ ബാറ്ററി, ലോ പവർ. പിന്നെ നമുക്ക് എന്നാ പറയാവുന്നത്, ഗൈസ് പിന്നെ നമ്മുടെ സെർവറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കണത് മീൻസ് സാധാരണ ട്രയർ അടിക്കണത് മറ്റേ ഫ്രൂട്ടും ആണല്ലോ. നമുക്കത് മാറ്റി പിടിച്ചിട്ട് ഫ്രൂട്ടും അങ്ങനെയൊക്കെ അതായത് ഈ ഫ്രൂട്ട് മേടിക്കുന്ന ആൾ ഡാർക്ക് ട്രേ മറ്റേ ഗിഫ്റ്റ് ആക്കാം. അപ്പം അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് 4-5 സെറ്റാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല. ഞാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അതുകൂടാതെ നമുക്ക് കണ്ടൻറ്റൊക്കെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സെർവറിൽ കയറി കണ്ടൻറ്റൊക്കെ എടുക്കാം. ലൈറ്റ് എടാ എൻ്റെ ലൈറ്റ് പാടാം. ലൈറ്റിന് നല്ല ഫ്രൂട്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ ലൈറ്റ് എൻ്റെ പോയത്. ലൈറ്റ് നല്ലൊരു ഫ്രൂട്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു മാപ്പ് ഇവിടുത്തെ മിഷൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രൂട്ട് മാറ്റും. അന്നേരം എനിക്കൊരു നോക്കുന്നുണ്ടല്ലോ. നമുക്ക് മൈക്കിൻ്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മളെന്തായാലും മൈക്കിൻ്റെ സൗണ്ട് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാകും. അത് വിഷയമൊക്കെ സൗണ്ട് ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും ഗൈസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടി സീന് വരണം. അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു അറിയാലോ എന്നെപ്പോലെ തന്നെ.
പിയിൽ പുതിയൊരു കണ്ടന്റ് ലോഡ് കിട്ടുന്ന സമയം മാക്സിമം ഒരു കാണാൻ സാധിക്കും. നല്ല വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ ആരും ചെയ്തില്ല. നമ്മുടെ ഫാമിലിയിലേക്ക് റിക്വസ്റ്റ് എടുക്കുന്നുണ്ട്. ജോയിനാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം പറയാം കേട്ടോ. നമുക്ക് ഡിസ്കൗണ്ട് സെർവറൊക്കെ തന്നെ സെറ്റാക്കുന്നതാണ്. പിന്നെ അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വാർക്കടിക്കാൻ മെയിനായിട്ട് എസ്പെഷ്യലി മറ്റേ ഗൺ പവർ ഉള്ളവരും പിന്നെ ലീഡർഷിപ്പ് ആൾക്കാരുമാണ്. മെയിനായിട്ട് ഫൈറ്റിംഗ് സ്കില്ല് വേണം. 15 ലെവൽ എബോവ് ആയിരിക്കണം. പിന്നെ വേറെ ഫാമിലീസിൽ അതിന് മുമ്പുണ്ടായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, അത് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ സെറ്റാക്കാം. മലയാളി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതാണ് മെയിൻ കണ്ടീഷൻ. ഗീവ് അവേ ചോദിച്ചു തരാനായിട്ട് എൻ്റെ ഒന്നുമില്ല. ഞാൻ അവരെ നിങ്ങൾ തന്നെ നോക്ക്, ഇതിലെന്താണ് ഞാൻ തരേണ്ടത്? ആകെ ഒരു മിത്തിക്കലുള്ളൂ. ആ മിത്തിക്കലിലാണെങ്കിൽ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് മറ്റേ ഇമ്മ്യൂൺ ടു വീക്ക് അറ്റാക്സ് എങ്കിലും തരാറുണ്ട്. എലമെന്റ് ഫ്രൂട്ട്സിന് മാത്രമേ ഉള്ളൂ. ബട്ട് എന്നാലും അതൊന്നും ഇല്ലാതൊരു മേനയില്ലൊരു ഫ്രൂട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ ബോറടിച്ചോണ്ടാ ഓർഡർ എടുത്തു. പക്ഷെ എന്നാലും എനിക്ക് മാഗ്നം ഉണ്ട്, അതെടുത്ത് കളിച്ചാൽ അല്ലേ. അത് എനിക്ക് ലാഗ് അടിക്കണ്ടല്ലോ. ചാർജ് ചെയ്തിട്ട് അറിയുന്നു. സിഗർ സ്ട്രീമിങ് മറ്റേ റെക്കോർഡിങ് ഇപ്പോൾ സ്റ്റെപ്പാകും കേട്ടോ. ചാർജില്ല പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റ് എടുത്തത്. മാക്സിമം കമന്റ് പറയാ ഗൈസ്. എനിക്ക് ഇതൊന്നും വലിയ കാര്യത്തിൽ പിടുത്തമില്ല, ഇതെന്നാ സംഭവം. അപ്പോൾ മാക്സിമം സബ് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു സബൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ സബ് ചെയ്ത്. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ഒന്നും വേണ്ട. പിന്നെ ഇതൊക്കെ ഷെയർ ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അടുത്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ.